Hello, welcome to our YouTube channel. It's me Mahima. നിഷ്മ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഗ്മെൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനും മഞ്ചാടിയും വന്നതുപോലെ ഇന്നും മന്ന വാണ്ടഡ് ഓർ അൺവാണ്ടഡ്. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. വേണ്ടതും വേണ്ടാത്തതും നീ വേണം പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേണം. ഇവിടുന്ന് ഓടിപ്പോകാൻ ഒരു ചാൻസ് കിട്ടിയാൽ എങ്ങോട്ട് പോകും? ഇപ്പോൾ ഓടിപ്പോകാനാണെങ്കിൽ ഞാൻ അമ്മാമ്മയുടെ അടുത്ത് പോവും. അവിടെ ആകുമ്പോൾ ജോലി ചെയ്യണ്ട, ചുമ്മാ ഇരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേണമോ വേണ്ടി? വേണ്ട. തേർഡ് ക്വസ്റ്റ്യൻ, വേണം. ഭാവിയെക്കുറിച്ച് 5 സ്വപ്നങ്ങൾ. ഞാൻ സ്വപ്നങ്ങളൊന്നും പുറത്ത് പറയാറില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ, വേണം. ഈ ക്വസ്റ്റ്യൻ ആണല്ലോ ഈ അമ്മയാണ്, കുറച്ച് പാടാണ് എനിക്ക് മലയാളം വായിക്കാൻ. ഈ 4 കാറ്റഗറി ഓഫ് കാറ്റഗറി ഓഫ് പീപ്പിളിനെ കൂടെ കൂട്ടിയില്ല. അവിടെ ഈ 4 കാറ്റഗറി ഓഫ് പീപ്പിളിനെ കൂടെ കൂട്ടില്ല. എന്തൊക്കെ? ഏതൊക്കെ? ഈ 4 കാറ്റഗറി ഓഫ് പീപ്പിൾസിനെ കൂടെ കൂട്ടില്ല. ഏതൊക്കെ? പറയണ്ട, അങ്ങനെ ഈ 4 കാറ്റഗറി ഓഫ് പീപ്പിളിനെ കൂട്ടില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ നെഗറ്റീവ് അടിക്കാതെ സപ്പോർട്ട് ചെയ്യാതെ നെഗറ്റീവ് അടിക്കുന്നവരെ, പിന്നെ കൂടെ നിന്നിട്ട് ചതിക്കുന്നവരെ, പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചുമ്മാ ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നവരെ, പിന്നെ മറ്റുള്ളവരെ പറ്റി ഇങ്ങോട്ടൊന്ന് കുറ്റം പറയുന്നവരെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വേണം. നീ ടിക്ക് ചെയ്ത് പോകുന്നുണ്ടോ? ഓക്കെ. ഇന്ന് രാത്രി ഒരു ഏഞ്ചൽ ഫ്രണ്ടിൽ ഇന്ന് രാത്രി ഒരു ഏഞ്ചൽ ഫ്രണ്ടിൽ വന്ന് നിന്ന് എന്ത് വരമെന്ന് എനിക്ക് മലയാളം ആയതുകൊണ്ട്. ഇന്ന് രാത്രി ഒരു ഏഞ്ചൽ ഫ്രണ്ടിൽ നിന്ന് വന്ന് ഇന്ന് രാത്രി ഒരു ഏഞ്ചൽ ഫ്രണ്ടിൽ വന്ന് എന്ത് വേണം എന്ന് ചോദിച്ചാൽ എന്തു പറയും? ഏഞ്ചലായിട്ട് എന്നെ കൂട്ടിക്കും. എന്ത് വേണം അതിൽ? ചോക്ലേറ്റ്സ്. മിച്ചു ആണെങ്കിൽ എന്ത് പറയും? ഇതേ ക്വസ്റ്റ്യൻ മിച്ചുവിനോട് ചോദിക്കുവാണ്. ഇന്ന് രാത്രി മിച്ചുവിന്റെ ഫ്രണ്ടിൽ ഒരു ഏഞ്ചൽ വന്നു എന്നിട്ട് ചോദിക്കുവാണ്, വാട്ട് യു വാണ്ട് മിച്ചു? എന്താ പറയും? മനുഷ്യനെ പേടിപ്പിക്കുന്നു. ഇത്ര പെട്ടെന്ന് വന്ന് എന്തും ചോദിക്കും, പേടിക്കുമല്ലോ. ഓക്കെ, അടുത്ത് 6ാമത്തെ ക്വസ്റ്റ്യൻ, വേണമോ വേണ്ടി? വേണ്ട. 7ാമത്തെ ക്വസ്റ്റ്യൻ, സ്വന്തമായി ഒരു പൊങ്ങച്ചം പറഞ്ഞാൽ എന്തു പറയും? പറഞ്ഞാൽ എന്ത് പറയും? സ്വന്തമായി. അങ്ങനെ പറയുന്നതായിട്ടൊന്നും ഇല്ല, കാരണം എല്ലാം സത്യമാണ്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കിട്ടിയല്ലോ. 8ാമത്തെ ക്വസ്റ്റ്യൻ, വേണം. ഓക്കെ, ഇത് ഞാൻ എഴുതിയതാ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഒരു 3 ദിവസത്തേക്ക് കേരളാമുത്രി
ഒരു 3 ദിവസത്തേക്ക് കേരള മുഖ്യമന്ത്രി ചിരിപ്പിക്കണം. ഒരു 3 ദിവസത്തേക്ക് കേരള മുഖ്യമന്ത്രിയാകാൻ ഒരവസരം കിട്ടിയാൽ പരിഹരിക്കുന്ന 3 പ്രശ്നങ്ങൾ. 3 പ്രശ്നങ്ങൾ. വിദ്യാഭ്യാസത്തിൻ്റെ രീതികൾ മാറ്റും. പിന്നെ റോഡുകൾ ശരിയാക്കും. അല്ലാതെയും കുറേ നിയമങ്ങൾ മാറണം എന്നെനിക്ക് തോന്നുന്നു. എന്തൊക്കെ നിയമം? അത് എന്ന് ചോദിച്ചാൽ വലിയ ജോലിയല്ല, അപ്പം ഇങ്ങനെ പെട്ടെന്നിരുന്ന് തീരുമാനം എടുക്കാൻ പറ്റില്ല എനിക്ക്. അതെ. ശരി, ഓക്കെ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളിൽ ബഹുമാനവും പേടിയും, ബഹുമാനവും സ്നേഹവും, സ്നേഹവും പേടിയും, സ്നേഹവും സ്വാതന്ത്ര്യവും തോന്നുന്നത് ആരോടൊക്കെ? ഓരോന്നായിട്ട് ചോദിക്കും. ഫസ്റ്റ് ബഹുമാനവും പേടിയും തോന്നുന്നത് ആരോടൊക്കെ? ആരോട്? ആരോട്? നമ്മുടെ കൂട്ടത്തിലാണ്. അമ്മയോട്. എന്നോട് ബഹുമാനവും പേടി. ബഹുമാനവും സ്നേഹവും. അത് 3 പേരോടും ഉണ്ട്. ചില സമയം ബഹുമാനം കാണത്തില്ല, അത് ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ചിരിക്കും. അടുത്ത സ്നേഹവും പേടിയും. അത് 3 പേരോടും ഉണ്ട്. കണ്ടില്ല, ഞാൻ അടുത്തിരിക്കുന്നത് നമുക്ക് പേടിയാണ്. അടുത്ത സ്നേഹവും സ്വാതന്ത്ര്യവും തോന്നുന്നുണ്ട് അമ്മയുടെ അടുത്ത്. ഓക്കെ. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. വേണം. ചിക്കൻ റെസിപ്പി വിത്ത് ഓർഡേഴ്സ്. ചിക്കൻ കറി പറയാം. ചിക്കൻ അതിന് വേണം. പിന്നെ സവാള, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, തക്കാളി, കറിവേപ്പില. അത് ഇത്രയും നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് ഓയിൽ ഒഴിക്കുക, കടുകിടുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആദ്യം ഇടുക. എന്നിട്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ സവാള ഇടുക. അതും ചെറുതായിട്ട് ഒന്ന് കളർ ഒക്കെ മാറി വരുമ്പോൾ തക്കാളി ഇട്ട് ഇതാക്കുക. എന്നിട്ട് അത് മുഴുവൻ നല്ലപോലെ വഴണ്ടി വരുമ്പോൾ ബാക്കി പൗഡേഴ്സ് ഇടുക. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇതെല്ലാം കൂടി ഇട്ട്, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചിക്കൻ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കുക. എന്നിട്ട് എടുക്കാം. അടുത്ത ഫൈനൽ ക്വസ്റ്റ്യൻ നമ്പർ 13. വേണം വേണ്ട? ശരീര സൗന്ദര്യത്തിന് 3 ടിപ്സുകൾ പറഞ്ഞു കൊടുക്കും. ഞാൻ ഫോളോ ചെയ്യുന്നത് ജ്യൂസസ് ആണ്. ഞാൻ ഫോളോ ചെയ്യാറ് ക്യാരറ്റ് ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ്, ഇത് രണ്ടും ആണ്. ഫേസിന് വേണ്ടിയിട്ട് മഞ്ഞൾ നല്ലതാണ്. പിന്നെ അരിപ്പൊടി പാലിലോ തൈരിലോ ആക്കിയിട്ട് തേക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇന്നത്തോടുകൂടി മനയുടെ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു.